ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 35,000 രൂപയ്ക്ക് വില വരുന്ന വണ്ടി. 2019 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 35,000 കിലോമീറ്റർ. അടുത്ത 2014 മോഡൽ KTM ഡൂക്ക് 390. KTMൻ്റെ ചീറ്റപ്പുലി BS3 വേരിയൻ്റ് ആണ്. അടുത്ത 2021 മോഡൽ BS6, 27,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അഡീഷണലായിട്ട് അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2021 മോഡലാണ്. 2023 മോഡൽ ഹണ്ടർ, സിംഗിൾ ഓണർ വണ്ടി വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ടയർ ആവറേജേ ഉള്ളൂ, ബാക്ക് ടയർ കുത്തനാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ഏത് വണ്ടി എടുത്താലും, 10,000 രൂപയുടെ ആവട്ടെ, 20,000 രൂപയുടെ, 30,000 വണ്ടി ആവട്ടെ, ഏത് വണ്ടി എടുത്താലും വണ്ടി എടുക്കുന്ന ആൾക്ക് നമ്മൾ ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഹെൽമെറ്റ് ഇത്രയും ഹെൽമെറ്റുകൾ വേറെ പോകണം, ഗവൺമെന്റ് പോകണം. ഏത് വണ്ടി എടുത്താലും ഓണം പ്രമാണിച്ചോ, അത് ഓണത്തിന്റെ ഓഫറാണ്. 10,000 രൂപ ആവട്ടെ, 20,000 രൂപ ആവട്ടെ, 30,000 രൂപ, ഏത് വണ്ടി എടുത്താലും ഒരു ഹെൽമെറ്റ് ഫ്രീ. അതായത് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് തൊട്ട് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് തൊട്ട് മേളിലോട്ടുള്ള സ്പെഷ്യലായിട്ട് പറയണം. അതുകൊണ്ടാണ് വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അതെ, ഈ വരുന്നവർ ദയവ് ചെയ്ത് പറയുക എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. കാരണം ഇവരറിയണ്ടേ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് അണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയണം. അതെ, എങ്കിൽ മാത്രമേ ആ സംഭവം തരുവുള്ളൂ എന്നാണ് പറയുന്നത്. അത് അറിയാതെ വരുന്നവർക്ക് കൊടുക്കൂല. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറഞ്ഞ ഭാഗത്താണ്. ചടയമംഗലത്ത് മേടയിൽ എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് ലെഗസി മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നിലമേൽ കിടന്ന ഷോപ്പാണ്. ഇപ്പോൾ അവർ പുതുതായിട്ട് കുറച്ചുകൂടി ചടയമംഗലം ജംഗ്ഷൻ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് ചടയമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കാണാവുന്ന ഷോപ്പാണ് ലെഗസി എന്ന് പറയുന്ന ഈ ഷോപ്പ്. അപ്പോൾ ഒരു 35,000 രൂപ തൊട്ടൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും വണ്ടി എടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഷോപ്പാണ്. അതിലുപരി ഇഷ്ടംപോലെ ഇവരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഞാൻ വന്ന് കണ്ടാലും കാണുന്നത് ബുള്ളറ്റ്സ് ആയിരിക്കും. അപ്പം നല്ല സ്റ്റോക്ക് ബുള്ളറ്റ്സുകൾ വന്ന് കിടപ്പുണ്ട്. ഒരു 2-2.5 മാസ കാലയളവായി നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും കൂടുതൽ വണ്ടികൾ പുതുതായിട്ട് കിടപ്പുണ്ട് താനും. അപ്പോൾ പഴയ വണ്ടികൾ വലുതായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ പുതിയ വണ്ടികൾ നോക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ബാ അമീറ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ 2-3 മാസമായി വീഡിയോ ചെയ്തിട്ട്. ഇപ്പം എങ്ങനെയുണ്ട് പുതിയ ഷോപ്പ് തുടങ്ങിയിട്ട് നിങ്ങളടുത്ത് വരാൻ ഇതുവരെയും പറ്റിയില്ല. അപ്പോൾ പുതിയ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ പറയും. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ജഡായിപ്പാറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ജഡായിപ്പാറയ്ക്ക് അടുത്തായിട്ട്, ജഡായിപ്പാറയിൽ ഒരു 100 മീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ അടയാളം പറയാം. ഈ ബസ് സ്റ്റാൻഡില്ലേ ചടയമംഗലം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 30 രൂപയുടെ ഓട്ടം. അത്രേ ഉള്ളൂ. ഓട്ടോറിക്ഷ മിനിമം ചാർജ്. ഓക്കെ, എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കണേ? നമ്മുടെ ഇപ്പോൾ മിനിമം ഡിസ്കവറും ഉണ്ട്, ഒരു പ്ലാറ്റിനും ഉണ്ട്. 35,000 രൂപ. 35,000. 2019 മോഡലും 2018 മോഡലും. ഓക്കെ, ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര വട്ടം നോക്കണം? ബുള്ളറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളത് 110 ക്ലാസിക്. പണ്ട് നിങ്ങളുടെ ഞാൻ ആദ്യകാലങ്ങളിലേക്ക് വരുമ്പോൾ ഒരു 65 രൂപ 70 രൂപയ്ക്കൊക്കെ ബുള്ളറ്റ് ഇട്ട് വരും. അന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ 2013 മോഡൽ 14 മോഡലൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പം മെയിനായിട്ടുള്ള അങ്ങനത്തെ മോഡൽ എടുക്കാറില്ല. ചെറിയ മോഡൽ കിട്ടാറില്ല. ഇടയ്ക്കൊക്കെ വരും, നമ്മളങ്ങനെ എടുക്കത്തില്ല. കാരണം ഫിനാൻസ് കിട്ടുന്ന വണ്ടികൾ 17 ശേഷമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടായിട്ടാണ് എടുക്കാത്തത്. പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ വരുന്ന വണ്ടികൾ എടുക്കാനും പറ്റത്തില്ല. ഈ നമുക്കിവിടെ കൂടുതലും വരുന്ന ഫിനാൻസ് ഇട്ടാണ്, റെഡി ക്യാഷ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ഇത് 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഡോമിനാർ 250, 25,000 കിലോമീറ്റർ. 250 ആണ്, സിംഗിൾ ഓണറാണ്. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയറൊക്കെ ചേഞ്ച് ചെയ്തതാണ്. 25,000 കിലോമീറ്ററാണ് മൊത്തം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,38,000 രൂപ. 1,38,000. 1,45 നിലവിൽ മാർക്കറ്റ് ഉണ്ട്. 2021 മോഡൽ 250 ഫൈനൽ വില 1,38,000 രൂപ. നമുക്കൊരു 38 രൂപയൊക്കെ ഫസ്റ്റ് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഈ ഓണമൊക്കെ ആവാണ്, അപ്പോൾ ഓഫർ പ്രൈസ് കാര്യങ്ങളൊക്കെ വല്ല ഓണം ആയതുകൊണ്ടാണ് ഓഫർ പ്രൈസ് ഇത്. ഓഫർ പ്രൈസ് ആണോ? 1,45 നിലവിൽ മാർക്കറ്റിൽ വിലയുണ്ട്, എവിടെ തിരക്കിയാലും അറിയാം. ഓക്കെ, അടുത്ത 2020 മോഡൽ ഡോമിനാർ 400 സിംഗിൾ ഓണർ, 35,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ വിലയും 1.5 ലക്ഷം രൂപ. എന്തുമായാലും എവിടെ തിരക്കിയാലും മാർക്കറ്റുണ്ട്. നമ്മൾ 1,40,000 രൂപ. 1,40,000 ഒരു 40 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. വണ്ടി വൃത്തിയാണ്, വണ്ടി നീറ്റാണ്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് എത്ര രൂപ ഇറക്കാം? എത്ര രൂപ ഇറക്കാം? നമുക്കൊരു 40 രൂപയൊക്കെ അടച്ചിറക്കാം. 2022 മോഡൽ ഡോമിനാർ 250
ഇത് സെക്കൻഡ് ഓണറാണ്. നിലവിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ് കണ്ടീഷനാണ്. 2022 മോഡലാണ്. നമുക്ക് 1,45,000 രൂപ. ടയറ് ബേക്ക് ടയറൊക്കെ പുതിയതാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഈ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ പണിഞ്ഞിട്ടാണോ? നമ്മൾ ക്ലിയർ ചെയ്താണ് വെക്കുന്നത്. ഇപ്പം ഇന്നൊരു വണ്ടി വന്നാൽ ചിലപ്പോൾ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. അങ്ങനെയുള്ളതേ ഉള്ളൂ. സഡൻ എന്തായാലും ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ ബേക്ക് ടയർ പുതിയതാണ്. ഫ്രണ്ട് ടയർ അത്യാവശ്യം കമ്പനിയിൽ നിന്ന് വന്ന ടയറാണ്. MRF ടയറാണ്. കൊള്ളാം. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1,45. അടുത്ത 2020 മോഡൽ ഡൊമിനാർ 400 സെക്കൻഡ് ഓണർഷിപ്പ് 25,000 കിലോമീറ്റർ. ഇത് ടയറും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഓടാണ്ട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ പെൻഡിങ് അല്ല. നീറ്റ് കണ്ടീഷനാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1,40,000 രൂപ. സെയിം പ്രൈസ്. ഇതിന് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് നമുക്കൊരു 40 രൂപയൊക്കെ അടച്ചാൽ ഇത് ഇറക്കാം, സ്വന്തമാക്കാൻ പറ്റും. 40,000 രൂപ. അടുത്ത നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറയുക. വണ്ടിയെല്ലാം വൃത്തിയാക്കി വെക്കുമെന്ന് ചോദിച്ചു. ഇത് ഇന്നലെ വന്ന വണ്ടിയാണ്. 2022 മോഡല് 18,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന R15 വെർഷൻ 4 ആണ്. ഇതിൻ്റെ അപാകതകൾ പറഞ്ഞുതരാം. ഈ കിറ്റ് കണ്ടോ? ഈ കിറ്റ് ഡാമേജ് ആയിരിക്കുമോ? ഈ കിറ്റ് കണ്ടോ? ഈ 2 കിറ്റ് ഇതിന് 2 ഡാമേജ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ തീർത്ത് കൊടുക്കും. ഇതെല്ലാം നമ്മൾ തീർത്ത് കൊടുക്കും. നിലവിൽ എവിടെ ചെന്നാലും 1,70,000 രൂപ 1,65,000 കുറഞ്ഞ് ആരും കൊടുക്കത്തില്ല. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 1,25,000 രൂപ. 1,25,000 ഓണം ഓഫർ പ്രൈസ് ആണ്. അതായത് ഈ പറഞ്ഞ കംപ്ലൈന്റുകൾ കംപ്ലൈന്റ് തീർത്ത് നീറ്റായിട്ട് കൊടുക്കും. ചെയ്യാൻ സമയം കിട്ടിയില്ല. ആ ഒരു കാര്യമാണ്. പുതിയതായിട്ട് വന്നത് ഇന്നലെ വന്നതേ ഉള്ളൂ. നേരത്തെ ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്ത 2018 മോഡല് പ്ലാറ്റിന ES 100 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയറാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. 35,000 രൂപ. എൻ്റെ ഓടി നമുക്കൊരു 10 രൂപ അടച്ച് ഇറക്കാം. 56,000 കിലോമീറ്റർ. ഫ്രഷ് ടയേഴ്സ് ആണ്. കിലോമീറ്റർ 56,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ വിശ്വസിക്കാവോ? അങ്ങനെയാണ്. നമുക്ക് ഷോപ്പ് മാത്രം ഉദ്ദേശമല്ല, മൊത്തത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചു. അല്ല, ചെയ്യുന്നവർ കാണും. ചിലരൊക്കെ ചെയ്യുന്നവർ കാണും. നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. നമ്മൾ ഒരാളെ പറ്റി അറിയാതെ പറയുന്നത് മോശമാണല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണ് ഞാനും ചോദിച്ചത്. 56,000 ജെന്യൂനായിട്ട് പറയാൻ പറ്റാത്ത കിലോമീറ്റർ അല്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചാ. ഇതൊക്കെ ഉണ്ടാവും. കറക്റ്റ് കിലോമീറ്റർ 56,000 കിലോമീറ്റർ. നമ്മൾ മാക്സിമം ഹിസ്റ്ററി നോക്കിയും സർവീസ് എല്ലാം നോക്കി വണ്ടി എടുക്കാറുള്ള ഒന്നാമത്തെ ആ കാര്യം. പിന്നെ ടയർ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് 2019 മോഡല് KTM RC 200 സിംഗിൾ ഓണർ വണ്ടി. 30,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രാക്ക് ടയറാണ് ഫ്രണ്ടിലിട്ടേക്കുന്നത്. ബേക്കിലും അതേ കണക്ക് ട്രാക്ക് ടയറാണ്. ABS വരുന്നുണ്ട്. ഏറ്റവും KTMൻ്റെ RCയിൽ ഡിമാൻഡുള്ള BS4 വണ്ടിയാണിത്. സിംഗിൾ ഓണർഷിപ്പിലുണ്ട് ഉള്ള വണ്ടി. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,65,000 രൂപ. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു 55 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 55 രൂപ. അടുത്ത 2022 മോഡൽ യമഹ MD വെർഷൻ 2 സിംഗിൾ ഓണർ വണ്ടി. 17,000 കിലോമീറ്റർ. ബേക്ക് ടയർ കാര്യങ്ങളെല്ലാം മാറി വെച്ചേക്കുന്ന പുത്തൻ ടയറാണ് ബേക്ക്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. അഡീഷണൽ ആയിട്ട് ഈ സീറ്റ് കവറെല്ലാം രണ്ടാമത് ചെയ്ത ഇത് ഇളക്കി കളഞ്ഞിട്ടല്ല ചെയ്ത്. ഇതിൻ്റെ അടിയിൽ ഒറിജിനൽ സീറ്റ് കവറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ആണ്. എവിടെ ചെന്നാലും 1,60,000 രൂപ ഏറ്റവും കുറഞ്ഞത് മാർക്കറ്റിൽ നിലവിൽ വിലയുണ്ട്. നമുക്ക് 1,55,000 രൂപ. ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 45 രൂപ ഉണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം. 1,55. അടുത്ത 2014 മോഡല് KTM ഡൂക്ക് 390. KTMൻ്റെ ചീറ്റപ്പുലി BS3 വേരിയൻ്റ് ആണ്. 2014 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് കമ്പനി കളറാണോ? അല്ലല്ല, ഇത് രണ്ടാമത് കസ്റ്റം പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ഡുവൽ ഷെയ്ഡാണ്. അതായത് ഒരു വയലറ്റ് ആയിട്ട് തോന്നും, നമുക്കൊരു ബ്ലൂ ആയിട്ട് തോന്നും. വെയിലടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വീൽ ഡിസ്ക് രണ്ടും കാർബൺ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ചെയ്തിട്ടുണ്ട്, ബാക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റ് ഏകദേശം ഒരു 10-30,000 രൂപയുടെ അഡീഷണൽ വർക്ക് ചെയ്ത വണ്ടിയാണ്. പണിയെടുത്തിട്ടുണ്ട്. നല്ല വർക്ക് ചെയ്ത വണ്ടിയാണ്. BS3 വേരിയൻ്റ് ആണ്. എങ്ങനെയായാലും ഇപ്പോഴത്തെ വിലയ്ക്ക് 1,35,000 രൂപയോളം വിലയുണ്ട്. നമ്മൾ 1,25,000 രൂപ. ഫിനാൻസ് കിട്ടത്തില്ല. ഇത് റെഡി ക്യാഷ് ആണ്. 2014 മോഡലാണ്. അടുത്ത 2020 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന യമഹ വെർഷൻ 3 R15 വെർഷൻ 3
35,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ടയറ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പുത്തനാണ്. ബ്രേക്ക് അത്യാവശ്യം ഉണ്ട്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ABS എല്ലാം വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 35,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ച് ഉണ്ടല്ലോ. ചെറിയ സ്ക്രാച്ച് ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. ഇത് ചരിഞ്ഞ് വീണയാണ്, മറിഞ്ഞ് വീണയാണ്. എന്ന് പറഞ്ഞ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ആയിട്ടില്ല. ഇതെല്ലാം കമ്പനി തന്ന സ്റ്റോക്ക് സാധനങ്ങളാണ്. ഇതിൻ്റെ വില 1,30,000 രൂപ. 1,30,000. നമുക്കൊരു ഫസ്റ്റ് ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം. അടുത്ത 2019 മോഡൽ പൾസർ 180F സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 30,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ടയറ് കാര്യങ്ങൾ ഫ്രണ്ട് ടയറുണ്ട്, ബാക്ക് ടയർ കുറച്ചും കൂടി ഓടാനുള്ളൂ. ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്. ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് 220 അല്ല, 180F ആണ്. കണ്ടാലൊരു 220യുടെ ലുക്ക് ഉണ്ടെങ്കിലും 180F ആണ് വണ്ടി. എത്ര ചോദ്യം? 55,000 രൂപ. 55. നമുക്കൊരു 10 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. 10,000 രൂപ ഫസ്റ്റ് അടച്ചാൽ മതി. അടുത്ത 2019 മോഡൽ യമഹ MD വെർഷൻ 1 35,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വൃത്തി കാര്യങ്ങളുണ്ട്, അറിയാത്ത കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ പഴക്കത്തിൻ്റെ ഒരു ഇത് 2019 മോഡലാണ്, 6 വർഷമായി. ഇതിൻ്റെ വില 1,20,000 രൂപ. 1,20,000. അത് മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് 60 മൈലേജ് കിട്ടും. 60 മൈലേജ് കിട്ടും. അതായത് യമഹ പിടിച്ചിരിക്കുന്നത് മൈലേജിൻ്റെ കാര്യത്തിലാണ്. നല്ല മൈലേജ് ഉണ്ട്. ഇതായാലും ഈ പറഞ്ഞ V3 ആയാലും ഈ MD ആയാലും V4 ആയാലും 55-60 മൈലേജ് കിട്ടുന്നു. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 30 രൂപ ഉണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം. അടുത്ത 2019 മോഡൽ NS 200 സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നമുക്കൊരു ഫൈനൽ ഒരു 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപ. പൾസർ 200 ആണ്, NS 200 ആണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 20 രൂപയ്ക്ക് അടച്ച് ആ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2013 മോഡൽ ഡൂക്ക് 200 BS3 വേരിയൻ്റ് ആണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല. ഫുൾ പ്രൈസ് 1,20,000 രൂപ. അത്രയും രൂപയും കൊണ്ടുവരണം. അത്രയും രൂപയും കൊണ്ടുവരണം. എന്തായാലും അത് ചെയ്ത് കൊടുക്കാം നമുക്ക്. അല്ല, ഈ ഫിനാൻസ് കിട്ടാത്ത വണ്ടിയിലുള്ള ബുദ്ധിമുട്ട് അതാണ്. എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാധിക്കത്തുമില്ല. ഫുൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, അതാണ്. ഇത് 2014 മോഡൽ പൾസർ 220 തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ 13 ആ ഒരു പഴക്കം ഇതിനകത്തും പറയാനുണ്ട്. കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈലൻസറിൻ്റെ അവിടെ ബോഡിയൊക്കെ പക്കയാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കിടപ്പോൾ നമുക്കൊരു ഫൈനൽ ഒരു 33 രൂപയ്ക്ക് കൊടുക്കാം. 33,000 രൂപ. ഇത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടത്തില്ല. 33,000 രൂപയ്ക്ക് പൾസർ 220 2014 മോഡൽ. 17 തൊട്ടാണ് ലോൺ കിട്ടുന്നത്. 17 മുതൽ. അടുത്ത 2021 മോഡൽ ഡൂക്ക് 250 സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ടും പുത്തൻ ടയറാണ്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് വണ്ടിയാണ്. ചോദ്യം? ഇത് 1,71,000 രൂപ. എത്ര? 1,71,000 രൂപ. വണ്ടികളുടെ അധിക പോക്ക് കാരണം കേൾക്കാൻ പറ്റുന്നില്ല ചിലവ്. 1,71,000 രൂപ. നമുക്കൊരു 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. ഇത് 2019 മോഡൽ ഡൂക്ക് 200 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,40,000 രൂപ. ഫസ്റ്റ് ഒരു 35 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 35,000 രൂപയ്ക്ക് വില വരുന്ന വണ്ടി. 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 35,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി ഒന്നും വാഷ് ചെയ്തിട്ടില്ല, ഇന്നലെ വന്നതാണ്. ആ കണ്ടീഷനിലാണ് വണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ആ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 35,000 രൂപ. 65-70 മൈലേജ് ഈ വണ്ടി കൺഫേം ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. ടയറ് കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഉണ്ട് ഇവിടെ. 35 രൂപയുടെ വണ്ടിയാകുമ്പോൾ അതിൻ്റെതായ ഒരു ആവറേജ് കണ്ടീഷനെ കാണുമോ? ഇല്ല, വണ്ടി വേറെ ഓടിക്കാൻ കുഴപ്പമില്ല. ഇത് ചെറിയ സ്ക്രാച്ചിൻ്റെ ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല, പക്കാണ്. ബാക്ക് ടയർ മൊട്ടയാണ്, മാറി കൊടുക്കുമോ? ബാക്ക് ടയർ നമുക്ക് മാറാം. ഈ തൂക്കി നിന്ന് മാറി കൊടുക്കും. ഓക്കെ. ഇതിന് ലോണൊന്നും കിട്ടൂല? ലോൺ കിട്ടും. നമുക്കൊരു 15 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടി. ഏത് വർഷം? 2019 ആണ്. 2019 മോഡൽ ഡിസ്കവറാണ്. ഇത് 100 അല്ല, 125 കേട്ടോ. ഡിസ്ക് എല്ലാം വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഡിസ്ക് എല്ലാം വരുന്ന വണ്ടിയാണ്.
ഓക്കെ, പക്ഷേ ആ ബാക്ക് സൈലൻസറിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ആവറേജ് ലുക്ക് ഞാൻ പറയാം ഇന്നലെ വന്നേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പെയിൻറ്റിങ് വർക്കുകൾ കാര്യങ്ങൾ നടക്കത്തേ ഉള്ളൂ. അടുത്ത 2023 മോഡല് രണ്ടോർക്ക് 125 സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ് ഇത്. സാധാരണ ഈ ടൈപ്പ് കാണാത്തയാണല്ലോ, സാധാരണ ഈ ടൈപ്പ് വണ്ടികൾ കാണാത്തയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ബൈക്കും ബുള്ളറ്റല്ലേ കാണുള്ളൂ, അതായത് സ്കൂട്ടി ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3-4 എൻഡോർക്ക് പോയായിരുന്നു, എൻഡോർക്ക് ആക്റ്റീവൊക്കെ ഉണ്ടായിരുന്നു. ഇത് 2023 മോഡല് 16,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫൈനൽ വില 93,000 രൂപ. 93. നമുക്കൊരു 90 രൂപ ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. നമുക്കൊരു 15 രൂപ അടച്ച വണ്ടി സ്വന്തമാക്കാം. ഓക്കെ, ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. അപ്പോൾ 2022 മോഡല് പ്ലാറ്റിന 100 ആണ്, ES ആണ്. നമ്മൾ നേരത്തെ കാണിച്ച വണ്ടിയില്ലേ അതേ സെയിം മോഡൽ. 2022 മോഡല്. ബേക്ക് ടയർ കുറവായിട്ട് ബേക്ക് ടയർ നമുക്ക് മാറി കൊടുക്കാം. ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ. നിലവിൽ 60,000 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് ഒരു 55 രൂപയ്ക്ക് കൊടുക്കാം. ഫസ്റ്റ് ഒരു 10 രൂപ അടച്ചാൽ മതി. 10 രൂപ അടച്ചാൽ കൊണ്ടുപോകാവുന്ന വണ്ടി. 16,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഏകദേശം പുതിയ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. 2000 വണ്ടി കണ്ട് ഈ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, ആ ഒരു ഇതേ ഉള്ളൂ പറയാനായിട്ട്. അല്ലാതെ വേറെ ഒറ്റ സ്ക്രാച്ചോ കാര്യങ്ങളോ ബോഡിയിൽ ഇതൊഴിച്ച് വേറെ എങ്ങും സ്ക്രാച്ച് ഇല്ല. ഞാൻ കാണിച്ചു തന്നെ എവിടെ ഇരിക്കുന്നു? സ്ക്രാച്ച് അല്ല, പക്ഷെ എന്നാലും പെയിന്റ് പോയത്. ഇതിപ്പോ എല്ലാ വണ്ടിയിലും പോകും. നീ കാണിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ കാണിച്ചു. സ്ക്രാച്ച് അല്ലല്ലോ, ഇത് പെയിന്റ് പോയതല്ലേ. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ച വണ്ടി വീണ്ടും വന്നിട്ടൊന്നുമില്ല. അടുത്ത 2019 മോഡല് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ക്ലാസിക് 350. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ABS വരുന്ന വണ്ടിയാണ്, ഡുവൽ ഡിസ്ക്കാണ്, വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. 34,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000 രൂപ. 1,35,000 നമുക്ക് ഫസ്റ്റ് ഒരു 25 രൂപ ഉണ്ടെങ്കിൽ 25-30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്തതും അതേ കണക്ക് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വരുന്ന വണ്ടി. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്, വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സൈലൻസറിലുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അത് മിക്കുള്ള എല്ലാ വണ്ടിയിലും ആ പ്രശ്നം കാണുന്നുണ്ട്. അതിൽ ഒരുപാട് ഹീറ്റായിട്ട് വരുന്ന പ്രശ്നമാണ്. ഇത് നമുക്കൊരു ഫുള്ള് ഒരു 1,35 കൊടുക്കാം. ഡൗൺ ഒരു 25 രൂപ 30 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഇത് രണ്ടും ഒരേ പ്രൈസ് തന്നെ അല്ലേ? പിന്നെ അടുത്തത് 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 53,000 കിലോമീറ്ററാണ് മൊത്തം റൺ ചെയ്തിട്ടുള്ളത്. അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫുൾ വില 1,10,000 രൂപ. 1,10. 1,10. നമുക്കൊരിതൊരു 17 വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫണ്ട് എടുത്തില്ല. നമുക്കൊരു 35 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2019 മോഡൽ സിഗ്നൽസ് 27,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ, ABS എല്ലാം വരുന്ന വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,35,000 രൂപ. 2019 മോഡൽ. ഫസ്റ്റ് നമുക്കൊരു 25-30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. പറയത്തക്ക എന്തെങ്കിലും ഒരു അപാകത പറയാനുണ്ടോ? ഇല്ല, വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടിയാണ്. സീറ്റിൻ്റെ ഒരു പോരായ്മയേ ഉള്ളൂ. അതേ ഉള്ളൂ അല്ലേ, വേറെ ഒന്നുമില്ല? അല്ല, ഒന്നുമില്ല. ഇതും അതേ കണക്ക് 2019 മോഡൽ സിഗ്നൽസ് 30,000 കിലോമീറ്റർ, ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ, ABS എല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് 1,35,000 രൂപ. ഇതിൻ്റെ ബാക്ക് ടയറൊക്കെ പുത്തൻ ടയറാണ്. ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു 30 രൂപയൊക്കെ അടയ്ക്കണം. 30 രൂപ അടയ്ക്കണം. 30 രൂപ ഫസ്റ്റ് അടയ്ക്കണം. ഇതിൻ്റെ ബാക്ക് ടയർ മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടും നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്ക് ടയറൊക്കെ പുതിയതാണ്. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. അടുത്ത 2018 മോഡൽ ഡുവൽ ഡിസ്ക് വരുന്ന ക്ലാസിക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,25,000 രൂപ. നമുക്കൊരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഇതൊക്കെ എന്ത് ഓടിയെന്ന് കൂടി പറയാം. ഇത് 33,000 കിലോമീറ്റർ. ഇത് ഞാൻ കിലോമീറ്റർ പറഞ്ഞായിരുന്നു. ഇത് എത്ര? ഇത് 30,000 കിലോമീറ്റർ. അത് 27,000 കിലോമീറ്റർ. അടുത്ത 2021 മോഡല് ക്ലാസിക് 350 BS6 വണ്ടിയാണ്. 26,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ഇഞ്ചക്ടർ വണ്ടിയാണ്. ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ, ABS എല്ലാം വരുന്ന വണ്ടിയാണ്. നിലവിൽ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫൈനൽ നമുക്ക് 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ ഓഫർ പ്രൈസ് ആണേ. 1,55. ഫസ്റ്റ് നമുക്ക് ഒരു 45 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2019 മോഡല് ക്ലാസിക് 350 30,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുള്ളത്. ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ, ABS, അഡീഷണലായിട്ട് അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. അഡീഷണലായിട്ട് അലോയ് കാര്യങ്ങൾ, എഞ്ചിനായാലും സൈലൻസറായാലും എല്ലാം
ഒറ്റ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. 1,43,000 രൂപ ഫൈനൽ. 1,43,000. പക്ഷെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്കൊരു ഫസ്റ്റ് ഒരു 35 രൂപ 36 രൂപ അടച്ച വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2018 മോഡല് ക്ലാസിക് ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 19,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ഗവൺമെൻറ് 19,000 കിലോമീറ്റർ. ജെന്യൂനാണ് പക്ക. ടയറൊക്കെ ഫസ്റ്റ് ടയറാകും. ടയർ പിന്നെ ഫസ്റ്റ് ടയർ കാണിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടയറാണ്. സോറി 22/18 കാണുന്നുണ്ടോ? ക്യാമറ കാണുന്നുണ്ടോ? കുറച്ചുകൂടെ അടുത്തോട്ട് കൂടി 2018 മോഡൽ ടയർ. കമ്പനി വന്ന ടയറാണ്. 19,000 കിലോമീറ്റർ ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 1,25,000 രൂപ. 1,25,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 20 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2019 മോഡല് ക്ലാസിക് ഗൺമെറ്റൽ ഗ്രേ ആണ്. ഡുവൽ ഡിസ്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഡുവൽ ചാനൽ ABS. വണ്ടി മൊത്തം റൺ ചെയ്തിട്ടുള്ള 24,000 കിലോമീറ്റർ ആണ്. നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. 1,42,000 രൂപയാണ് ഫൈനൽ വില. നമുക്കൊരു ഫസ്റ്റ് ഒരു 32 രൂപ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 1,32 ചോദിക്കുന്നത്. 42 രൂപ ഇറക്കാം. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 24,000 കിലോമീറ്റർ. 2018 മോഡൽ സെക്കൻഡ് ഓണർ വരുന്ന ഡുവൽ ഡിസ്ക് ഡുവൽ ചാനൽ ABS വരുന്ന എല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ഓടി? ഇത് മീറ്റർ മാറിയതാണ്. ഒരു 38ഓളം ഓടിയിട്ടുണ്ടായിരുന്നു. കിലോമീറ്റർ മാറി, അതായത് മീറ്റർ മാറിയതാണ്. എന്താ പറ്റിയത്? ഗ്ലാസ് പൊട്ടിപ്പോയി. മീറ്റർ ഇരിപ്പുണ്ട്, കാണിച്ചു തരാൻ വേണമെങ്കിൽ. ഓക്കെ. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,25,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 20 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വരുന്ന വണ്ടി ബ്ലാക്ക് എഡിഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 33,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിരിക്കുന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 33,000 കിലോമീറ്റർ. 33. രണ്ടാമത് സൈലൻസറെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൗണ്ടുള്ള സൈലൻസർ ആയിരിക്കും. എത്ര വെച്ചേക്കുന്നത് വിലയോ? വില 1,22,000 രൂപ. 22. 1,22. 1,22. വെറും 22. 1,22,000. വെറും 22,000 22 രൂപയ്ക്ക് വീഡിയോയിൽ പറഞ്ഞ് വരും. പിന്നെ കൊടുത്തേ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അടുത്ത 2021 മോഡൽ BS6 27,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അഡീഷണലായിട്ട് അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2021 മോഡലാണ്. 1,60,000 രൂപ. അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. വണ്ടിയിൽ നല്ല വൃത്തിയുണ്ട് കാണാൻ. 27,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം റൺ ചെയ്തിട്ടുള്ളത്. എത്ര വണ്ടി ഇറക്കാം? നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. 50 വേണം. മോഡൽ കൂടുതലുണ്ടോ? 2021 തന്നെ. അടുത്ത 2017 മോഡൽ ബുള്ളറ്റ് ക്ലാസിക് 350 സിംഗിൾ ഓണർഷിപ്പിലുള്ള വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. 39,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. നമുക്കിതിനകത്ത് പറയാനുള്ളത് അതിൻ്റെ സൈലൻസർ ചെറിയൊരു ഡാമേജ് ഉണ്ട്. അത് നമ്മൾ മാറി വേറെ കൊടുക്കും. സൈലൻസർ മാറി വേറെ സ്റ്റോക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് 1,10,000 രൂപ. നമുക്കൊരു ഫസ്റ്റ് ഒരു 35 രൂപ 40 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ വേറെ ഒന്നുമല്ല, 2017 ആയതുകൊണ്ടാണ്. 2023 മോഡൽ ഹണ്ടർ സിംഗിൾ ഓണർ വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ടയർ ആവറേജേ ഉള്ളൂ, ബാക്ക് ടയർ പുത്തനാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 42,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. എവിടെ പോയാലും 1,65,000 രൂപ 1,70,000 രൂപ വരെയുണ്ട്. നിലവിൽ മാർക്കറ്റുണ്ട്. നമുക്കൊരു ഫൈനലൊരു 1,50,000 കൊടുക്കാം. ഡൗൺ പേയ്മെൻറ്റ് ഒരു 40 രൂപയ്ക്ക് ഫസ്റ്റ് ഇറക്കാം. 1,50,000 രൂപയ്ക്ക് ഹണ്ടർ 350 2023 മോഡൽ. ഈ ഹണ്ടറിന് എങ്ങനെ മൈലേജ്? ഹണ്ടറിന് ഒരു 35 ആ റേഞ്ച് കിട്ടും. അടുത്ത 2021 മോഡൽ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡീഷണലായിട്ട് സൈലൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ്. കിലോമീറ്റർ വന്നിട്ട് 34,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ബാക്ക് ടയർ പുതിയതാണോ? ബാക്ക് ടയർ പുതിയതാണ്. ഇതിൻ്റെ ഫുൾ വില 1,45,000 രൂപ. അടുത്ത നമുക്കിതൊരു ഫസ്റ്റ് ഒരു 45 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. അടുത്ത 2018 മോഡൽ സ്റ്റാൻഡേർഡാണ്. ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ്. 1,10,000 രൂപ. 1,10. 2018 മോഡൽ.
വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇല്ലല്ല. 25,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. നമുക്കൊരു 25-30 രൂപ ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കാം. അടുത്ത 2019 മോഡല് സ്റ്റാൻഡേർഡ് 350 ABS വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം ഓടാറുണ്ട്. അഡീഷണലായിട്ട് സൈലൻസർ ചെയ്ത വണ്ടിയാണ്. നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫുള്ള് വില 1,25,000 രൂപ. 1,25,000 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 30 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടി 30 രൂപ 35 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2016 മോഡല് സ്റ്റാൻഡേർഡ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. കാരണം നേരത്തെ ചോദിച്ചു ചെറിയ വണ്ടിയൊന്നും എടുക്കാറില്ല എന്ന് ചോദിച്ചില്ലേ. ഇത് ഒരു ചെറിയ വണ്ടിയാണ്. 30,000 കിലോമീറ്ററോടെ 2016 മോഡൽ സ്റ്റാൻഡേർഡ് 350. 80,000 രൂപ ലോൺ കിട്ടും. നമുക്ക് ഒരു 60% ലോൺ കിട്ടുകയുള്ളൂ. എത്ര ചോദിക്കുന്നത്? 60%. ഒരു 80,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കുക. റെഡി ക്യാഷ് ആണെങ്കിൽ 80,000 രൂപ. ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 25 രൂപ അടച്ചാലും മതി. 25 കൊടുക്കാൻ പറ്റും. 80,000 രൂപയ്ക്ക്. അപ്പോൾ ബുള്ളറ്റ് ഉണ്ട്. 80,000 ബുള്ളറ്റ് ഉണ്ട്. നിങ്ങൾ വില കൂടിയ ബുള്ളറ്റുകൾ എണ്ണി വെച്ചേക്കുന്നതുകൊണ്ട് ഇത് മറന്നുപോയതാണോ? കൊള്ളാം. അടുത്ത് 2018 മോഡല് 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന സ്റ്റാൻഡേർഡ് 2018 മോഡലാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,10,000 രൂപ. 1,10,000. 1,10. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2019 മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ടയറ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഓടാറുണ്ട്. കിലോമീറ്റർ വന്നിട്ട് 40,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ഇത് ഡീകംപ്രഷൻ ചെയ്ത വണ്ടിയാണ്. നമ്മുടെ പണ്ടത്തെ ബുള്ളറ്റിൽ എയർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അതേ സിസ്റ്റം ചെയ്ത വണ്ടിയാണ് ഡീകംപ്രഷൻ. 40,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപ. ടാങ്കിൽ ലൈന് കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ആ പഴയ മോഡലിൻ്റെ 1,25 ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വന്ന് ഇവിടെ സെലക്ട് ചെയ്തെടുക്കുക. ഇഷ്ടംപോലെ ബുള്ളറ്റ് ഉണ്ട്. ആ റേഞ്ചിലായ 1,25,000 രൂപ 1,30,000 രൂപയ്ക്കാണെങ്കിൽ ഒരുവിധപ്പെട്ട ബുള്ളറ്റുകളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. 1,25 നീ ഒരുപാട് വണ്ടിക്ക് പറഞ്ഞു. ഒരുപാട് വണ്ടിയുണ്ട്. അടുത്ത വീണ്ടും 2019 മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. കിലോമീറ്റർ 29,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. ടയറ് കാര്യങ്ങളെല്ലാം ബേക്കെല്ലാം പുതിയതാണ്. ഫ്രണ്ട് സ്റ്റോക്ക് ടയറാണ്. ഇത് നമുക്ക് ഫുള്ളൊരു 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും കൊടുക്കാം. നമുക്കൊരു ഫസ്റ്റ് ഒരു 30 രൂപയ്ക്ക് അടച്ചാൽ മതി. 32 രൂപയ്ക്ക് അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2020 മോഡൽ കാർബറേറ്റർ വരുന്ന വണ്ടിയാണ്. സാധാ ഇഞ്ചക്ടർ വണ്ടിയല്ല, കാർബറേറ്റർ വണ്ടിയാണ്. 2 ടയറും പുത്തൻ ടയറാണ്. 25,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. നീറ്റ് കണ്ടീഷൻ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,33,000 രൂപ. 25,000 കിലോമീറ്റർ മൈലേജ് നമുക്കൊരു 40 അറേഞ്ച് കിട്ടും. 2017 മോഡൽ യമഹ R15 വെർഷൻ 2 സിംഗിൾ ഓൺഷിപ്പിലുള്ള വരുന്ന വണ്ടിയാണ്. 37,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയുണ്ട്. 17ൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട്. ഇത് നമുക്ക് ഫുള്ളൊരു 65,000 രൂപയാണെങ്കിൽ കൊടുക്കാം. നമുക്കൊരു 20 രൂപയ്ക്ക് അടച്ചാൽ വണ്ടി സ്വന്തമാക്കാം. 20 രൂപ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടുള്ള വണ്ടി ഇവിടെ തുച്ഛമായിട്ട് ഉള്ള വണ്ടിയുണ്ട്. അത് ഞാൻ കൃത്യം പറയുകയും ചെയ്യും. തട്ടിയതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അടുത്ത 2018 മോഡൽ യമഹ R15 വെർഷൻ 1 28,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഫുള്ളൊരു 65 രൂപയാണെങ്കിൽ കൊടുക്കാം. 65,000 രൂപ. 65. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടക്കും. ടയേഴ്സ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപെയിൻ്റ് ഉണ്ട് അല്ലേ? ടാങ്ക് റീപെയിൻ്റ് ആണ്. ഇത്തിരി പെയിൻറ്റ് പോയിട്ടുണ്ട്. ടാങ്ക് റീപെയിൻ്റ് ആണ്. നമുക്കൊരു 65,000 ഫൈനലാണ്. 65,000 ഫൈൻ കൊടുക്കാം. നമുക്കൊരു 15 രൂപയ്ക്ക് അടച്ചാലും വേണ്ടി സ്വന്തമാണ്. ഈ 65,000 രൂപയ്ക്ക് എടുത്താലേ ആ റീപെയിൻറ്റ് വർക്ക് ചെയ്യുമോ? ഈ കണ്ടീഷൻ അത് പറയണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത 2015 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന BS3 RC200 1,20,000 രൂപ. 1,20,000 KTM-ലെ RC200 BS3 വേരിയൻ്റ് ആണ്. എത്ര സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓടിയിട്ടുണ്ട്. ഇത് കിലോമീറ്റർ 45,000 കിലോമീറ്റർ. അടുത്ത 2022 മോഡൽ യമഹ R15 വെർഷൻ 4 സിംഗിൾ ഓണർഷിപ്പ് 33,000 കിലോമീറ്റർ. 2 ടയറും പുത്തൻ ടയർ.
സിംഗിൾ ഓൺഷിപ്പിനാണ്. 2 ടയറും പുതിയ ടയറാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,70,000 രൂപയോളം എവിടെ ചെന്നാലും മാർക്കറ്റിൽ വിലയുണ്ട്. 1,45,000 രൂപ നമുക്ക് കൊടുക്കാം. 1,45. ഫസ്റ്റ് ഒരു 35 രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. വണ്ടി കാണാനും നീറ്റ് വണ്ടിയാണ്. അടുത്ത 2020 മോഡൽ NS200 കാർബറേറ്റർ വണ്ടിയാണ്. ഡുവൽ ഡിസ്ക്, ഡുവൽ ചാനൽ ABS വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് 95,000 രൂപ. നമുക്കൊരു 20-25 രൂപ ഉണ്ടെങ്കിൽ ആ വണ്ടി സ്വന്തമാക്കാം. 1,00,000 താഴെയൊക്കെ ഒരുപാട് വണ്ടി ഉണ്ട്. അടുത്ത 2022 മോഡൽ ഹോണ്ട യൂണിക്കോൺ 28,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. 65 മൈലേജ് എന്തുമായാലും കിട്ടുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫുള്ളൊരു 95,000 രൂപയാണ് ഫൈനലിൽ കൊടുക്കാം. ഇപ്പം ഇതിലേ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയറിൻ്റെ ക്വാളിറ്റി എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അഥവാ ആ ടയർ മോശമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറി കൊടുക്കുമോ? അല്ല, നമുക്ക് ഈ കാണുന്ന കണ്ടീഷൻ അതിൽ വണ്ടി നമ്മൾ കാണിക്കുന്നത്. ഇപ്പം കാണിക്കുന്ന ആ ഒരു കണ്ടീഷൻ, ഈ കാണുന്ന കണ്ടീഷൻ ആവറേജ് ടയർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, ടയർ ഏകദേശം കുറച്ചും കൂടെ ഓടുള്ളൂ. ഒരു 3,000-4,000 കിലോമീറ്റർ കൂടെ ഓടുള്ളൂ, മാറണോ. അടുത്ത 2021 മോഡൽ ഡൊമിനാർ 250 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. 30,000 കിലോമീറ്ററാണ് വണ്ടി മൊത്തം ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഫൈനലൊരു 1,38,000 രൂപ കൊടുക്കാം. 1,38. ഫസ്റ്റ് ഒരു 35 രൂപ കൊണ്ടൊക്കെ ഇറക്കാൻ കേട്ടോ. ഇത് 2020 മോഡൽ ബജാജ് RS200 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2 ടയറും പുത്തൻ ടയറാണ്. ഫ്രണ്ട് ടയറായാലും ബാക്ക് ടയറായാലും പുത്തൻ ടയറാണ്. അഡീഷണൽ ഒരു 25,000 രൂപയോളം അഡീഷണൽ വർക്ക് ചെയ്ത വണ്ടിയാണ്. ഈ മിറർ കാര്യങ്ങൾ നല്ല 2 13,000 രൂപ വിലയുള്ള മിററാണ്. കസ്റ്റം പെയിൻറ്റിങ് RC ബുക്കിൽ കളർ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. കളർ ഇതല്ലായിരുന്നു. രണ്ടാമത് അഡീഷണൽ ആയിട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്കൊരു ഫൈനൽ ഒരു 1,20,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഫസ്റ്റ് ഒരു 35-40 ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2022 മോഡൽ ബജാജ് RS200 കിലോമീറ്റർ 10,000 കിലോമീറ്റർ. 2022 മോഡൽ 10,000 കിലോമീറ്റർ ഓടിയ ബജാജ് RS200 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. 1,40,000 രൂപ. 1,40. നമുക്കൊരു 35 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അടുത്ത 2022 മോഡൽ Yamaha R15 വെർഷൻ 4 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്. 10,000 കിലോമീറ്റർ ഈ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളൂ. ഇതും 10,000 കിലോമീറ്റർ. നീറ്റ് കണ്ടീഷനാണ്. വേറെ ജെനുവൻ കിലോമീറ്റർ. ഫസ്റ്റ് ടയേഴ്സ് ആണ്. നമുക്കൊരു 1,45 ഫൈനൽ കൊടുക്കാം. വണ്ടിയുടെ ഈ സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഓണം പ്രമാണിച്ചുള്ള ഓഫർ. ഓണം പ്രമാണിച്ച് നമുക്ക് എന്തൊരു ഓഫർ കൊടുക്കണം? വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിന് ഓഫർ ഉണ്ട്, കാണിച്ചു തരാം. ഇനി എന്താണ് ഓഫറായിട്ട് പ്രത്യേകിച്ച് കൊടുക്കും എന്ന് പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന ഏത് വണ്ടി എടുത്താലും, അത് 10,000 രൂപയുടെ ആവട്ടെ, 20,000 രൂപ ആവട്ടെ, 30,000 വണ്ടി ആവട്ടെ, ഏത് വണ്ടി എടുത്താലും വണ്ടി എടുക്കുന്ന ആൾക്ക് നമ്മൾ ഒരു ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഹെൽമെറ്റ്? ഓഹോ, ഇത്രയും ഹെൽമെറ്റുകൾ വെച്ചേക്കാണ്. വേറെ ഒരു പോണ്ട്, ഗോഡൗണിൽ പോണ്ട്. വേറെ ഉണ്ട്. ഏത് വണ്ടി എടുത്താലും ഓണം പ്രമാണിച്ചോ, അത് ഓണത്തിന്റെ ഓഫറാണ്. 10,000 രൂപ ആവട്ടെ, 20,000 രൂപ ആവട്ടെ, 30,000 രൂപ, ഏത് വണ്ടി എടുത്താലും ഒരു ഹെൽമെറ്റ് ഫ്രീ. അതായത് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് തൊട്ട് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് തൊട്ട് മേളിലോട്ടുള്ള സ്പെഷ്യലായിട്ട് പറയണം. സനുവണ്ണന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അതെ, ഈ വരുന്നവർ ദയവ് ചെയ്ത് പറയുക എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. കാരണം ഇവരെ അറിയണ്ടേ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയണം. അതെ, എങ്കിൽ മാത്രമേ ആ സംഭവം തരുവുള്ളൂ എന്നാണ് പറയുന്നത്. അത് അറിയാതെ വരുന്നവർക്ക് കൊടുക്കൂല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഓണം പ്രമാണിച്ച് ഹെൽമെറ്റ് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വരുന്നവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുവാന്ന് ഒന്ന് പ്രത്യേകം പറയാം. നിങ്ങൾക്കത് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് എന്ത് പറ്റാനാണ്? ഇതിപ്പോൾ പല കടക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ടാണോ നിങ്ങൾ വരുന്നതെന്നുള്ളത്. നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ കടയും ഷോപ്പൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു വിലയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ സത്യത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് വരുന്നവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുവാന്ന് ഒന്ന് പറഞ്ഞേക്കണം. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. അപ്പം പറയുമ്പോൾ എനിക്കും ഒരു മൈലേജ് കടയിൽ അവർ വീണ്ടും വീഡിയോ ചെയ്യാൻ നമ്മളെ വിളിക്കും. അതുകൊണ്ടൊക്കെയാണേ ഒന്ന് കനിയും, പ്രശ്നം തീർന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല നല്ല വണ്ടികൾ 80,000 രൂപ തൊട്ടുള്ള ബുള്ളറ്റ് തൊട്ട് 35,000 രൂപ തൊട്ടുള്ള ബൈക്ക് തൊട്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് കാണിച്ചു തന്നു. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.